ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്നത് വലിയ മാറ്റങ്ങളുടെ ഒരു ലോകത്തിലാണ്. അവിടെ മുമ്പെന്നത്തേക്കാളും സുഖസൗകര്യങ്ങളും സമൃദ്ധിയും നമ്മെ ചുറ്റിപ്പറ്റിയാണ്. എന്നിരുന്നാലും കാലം മുന്നോട്ട് നീങ്ങുമ്പോഴും സമ്പദ്വ്യവസ്ഥ വളരുമ്പോഴും നമ്മുടെ സമൂഹങ്ങളുടെയും ലോകത്തിന്റെയും കോണുകൾ എപ്പോഴും കടുത്ത ദാരിദ്ര്യത്തിൽ തുടരുന്ന, നമ്മളിൽ പലരും നിസ്സാരമായി കാണുന്ന അടിസ്ഥാന ആവശ്യങ്ങൾക്കായി കൊതിക്കുന്ന ചില കോണുകൾ ഉണ്ട്. സമ്പത്തും ഇല്ലായ്മയും തമ്മിലുള്ള ദൂരം അളക്കുന്നത് പണത്തിൽ മാത്രമല്ല, മറിച്ച് തടഞ്ഞുവയ്ക്കപ്പെട്ട അനുകമ്പയിലും കാണാത്ത കഷ്ടപ്പാടിലുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഒരു സമ്പന്ന കുടുംബത്തിന്റെ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ധനികൻ അകത്ത് വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രനായ ലാസർ നുറുക്കുകൾക്കായി കാത്തിരിക്കുന്നു. ധനികന്റെ നിസ്സംഗത യേശു യാചകൻ നൽകുന്ന ലാസർ എന്ന പേരിന് തികച്ചും വിരുദ്ധമാണ്. ദൈവം സഹായിക്കുന്നു എന്നർത്ഥം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദരിദ്രർക്ക് പേരിടുകയും ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ലോകം അവരെ മറന്നുപോകുമ്പോഴും അവരുടെ പേരുകൾ അവന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ഇത് വളരെക്കാലം മുമ്പുള്ള ഒരു കഥയല്ല. അടുത്തിടെ തൃശൂരിലെ ശോഭ സിറ്റിയിൽ ചന്ദ്രബോസ് എന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒരു ദാരുണമായ അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം ഒരു ദുരന്തം മാത്രമല്ല, അത് നമ്മുടെ സമൂഹത്തിന് നേരെ ഉയർത്തിപ്പിടിച്ച ഒരു കണ്ണാടിയാണ്. അത് നമ്മോട് ചോദിക്കുന്നു, നമ്മെ സേവിക്കുന്നവരെയും സംരക്ഷിക്കുന്നവരെയും നമ്മുടെ കവാടങ്ങളിൽ നിൽക്കുന്നവരെയും നാം കാണുന്നുണ്ടോ? അവരുടെ അന്തസ്സും മനുഷ്യത്വവും മൂല്യവും നാം തിരിച്ചറിയുന്നുണ്ടോ? ലാസറിന്റെ കഥയും ചന്ദ്രബോസിന്റെ കഥയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവഗണനയും നിസ്സംഗതയും അക്രമത്തിന്റെ രൂപങ്ങളുമാണെന്ന്. നമ്മുടെ ചുറ്റുമുള്ള ലാസറുകളിലേക്ക്, തൊഴിലാളികൾ, ദരിദ്രർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, നമ്മുടെ കണ്ണുകൾ തുറക്കാൻ അവ നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്പത്തിനായി മാത്രമല്ല, നീതിക്കും ദയയ്ക്കും സ്നേഹത്തിനും വേണ്ടിയും വിശക്കുന്നവർ. നമ്മുടെ പള്ളികൾക്കും വീടുകൾക്കും പുറത്ത്, നമ്മുടെ കവാടങ്ങൾക്ക് പുറത്ത്, അപ്പത്തിനായി മാത്രമല്ല, അന്തസ്സിനും സ്നേഹത്തിനും ബഹുമാനത്തിനും വേണ്ടിയും വിശക്കുന്ന ആളുകളെ നമുക്കിൽ പലർക്കും അറിയാം. ഈ നിസ്സംഗതയെ എതിർക്കുന്ന ലളിതമായ കൃപയുടെ പ്രവൃത്തികൾക്ക് ചിലർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ലാസറുകളെ അഭിവാദ്യം ചെയ്യുക, ചായ പങ്കിടുക, അല്ലെങ്കിൽ അവരെ ഊഷ്മളതയുടെയും കൂട്ടായ്മയുടെയും സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരിക. അത്തരം കാരുണ്യം ഓർമ്മയിൽ ജീവിക്കുകയും സമ്പത്തിനേക്കാൾ വിലമതിക്കുന്ന ഒരു യഥാർത്ഥ പൈതൃകമായി മാറുകയും ചെയ്യുന്നു. ഈ ആംഗ്യങ്ങൾ ചെറുതാണെങ്കിലും ലോകത്തിൽ ദൈവത്തിന്റെ കരുണയെ പ്രതിധ്വനിക്കുന്നു. അവ ഓർമ്മ എങ്ങനെ ദൗത്യമായി മാറുന്നു, സ്നേഹം എങ്ങനെ പാരമ്പര്യമായി മാറുന്നു എന്നതാണ്. പുരോഗതിയും സമൃദ്ധിയും ഉണ്ടായിരുന്നിട്ടും നമ്മൾ പങ്കിടുന്നതിനേക്കാൾ കൂടുതൽ സംഭരിക്കുന്നതിനാൽ വിശപ്പും ദാരിദ്ര്യവും നിലനിൽക്കുന്നു. ഭക്ഷണം സൗജന്യമായി നൽകുന്ന, അവകാശമായി കരുതുന്നത് വാങ്ങാൻ ആരെയും നിർബന്ധിക്കാത്ത ഔദാര്യം നമ്മുടെ മാനദണ്ഡമായി മാറുന്നതിനാൽ ദാരിദ്ര്യം ഇല്ലാതാകുന്ന ഒരു ലോകം നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ? ദാരിദ്ര്യം വളരെ കുറവായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ വളരെ കുറച്ച് പങ്കിടുന്നതുകൊണ്ടാണ്. നിശബ്ദത പലപ്പോഴും ധൈര്യത്തിന്റെ സ്ഥാനത്ത് എത്തുന്നതിനാൽ അക്രമം നിലനിൽക്കുന്നു. സുവിശേഷത്തിന്റെ ആഹ്വാനം വികാരത്തോട് മാത്രമല്ല, പരിവർത്തനത്തിലേക്കുമാണ്. സമൃദ്ധി സ്വതന്ത്രമായി പങ്കിടുന്ന, ഓരോ വ്യക്തിയെയും മാന്യമായി പരിഗണിക്കുന്ന, കരുണ നമ്മുടെ പൊതുഭാഷയായി മാറുന്ന ഒരു ലോകം സങ്കൽപ്പിക്കാനും നിർമ്മിക്കാനും സുവിശേഷം നമ്മെ വെല്ലുവിളിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ ഇങ്ങനെ വിളിക്കുന്നു: നമ്മുടെ കവാടങ്ങളിൽ കാത്തിരിക്കുന്നവരോട് നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും തുറക്കുക. യഥാർത്ഥ പ്രവർത്തനത്തിലൂടെയും വാദത്തിലൂടെയും കഷ്ടപ്പാടിനോടും അനീതിയോടും പ്രതികരിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും ക്ഷമിക്കുക. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുക. സമൃദ്ധി പങ്കിടുകയും ആരും വിശക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിനായി സ്വപ്നം കാണുക, പ്രവർത്തിക്കുക. നിശബ്ദതയെ ധൈര്യം കൊണ്ടും നിസ്സംഗതയെ അനുകമ്പ കൊണ്ടും മാറ്റിസ്ഥാപിക്കുക. അതുകൊണ്ട് ഇന്ന് ചന്ദ്രബോസിനെയും നിഴലുകളിൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും നാം ഓർക്കുമ്പോൾ നീതിയോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും നമുക്ക് പുതുക്കാം. കാണാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും. അയൽക്കാർ കഷ്ടപ്പെടുമ്പോൾ ആഡംബരത്തിൽ സുഖമായിരിക്കാൻ വിസമ്മതിക്കുക. ദാരിദ്ര്യം മാറ്റമില്ലാത്തതായി ഒരിക്കലും അംഗീകരിക്കാതിരിക്കുക. പ്രവർത്തിക്കാനും പങ്കിടാനും ക്ഷമിക്കാനും കൃപയും ഔദാര്യവും കൊണ്ട് രൂപാന്തരപ്പെട്ട ഒരു ലോകത്തെ സങ്കൽപ്പിക്കാനും ദൈവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ പടിവാതിൽക്കൽ ലാസറിനെ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ ഹൃദയങ്ങളെ ആശ്വാസത്തിൽ നിന്ന് അനുകമ്പയിലേക്കും വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്കും നിസ്സംഗതയിൽ നിന്ന് സ്നേഹത്തിലേക്കും മാറ്റണമേ. ചന്ദ്രബോസിന്റെയും അനീതി അനുഭവിക്കുന്ന എല്ലാവരുടെയും ഓർമ്മകൾ. ആരെയും മറക്കാത്ത എല്ലാ ജീവിതങ്ങളെയും ബഹുമാനിക്കുന്ന കാരുണ്യ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ. ആരും മറക്കാത്ത എല്ലാ ജീവിതങ്ങളെയും ബഹുമാനിക്കുന്ന കാരുണ്യ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ. ആമേൻ. Imagine a world where food is given freely, where no person is forced to buy what should be a right, where poverty ends because generosity becomes our norm.